ഇന്ന് 6/4/2025 ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സുന്ദര ദിനം. ഇപ്പോൾ ഞങ്ങളുള്ളത് പെരിന്തൽമണ്ണയാണ്. പാലക്കാട് ഏഷ്യാന ഓൾഡ് ഏജ് ഹോമിലേക്കുള്ള യാത്രയിലാണ്. ഇതിൽ പങ്കെടുക്കാനെത്തിയ സ്നേഹ വീട്ടിലെ എല്ലാ സ്നേഹപുഷ്പങ്ങൾക്കും 1000 നന്മകൾ നേരുന്നു. കാണാം നമുക്ക് പാലക്കാട് ഏഷ്യാന ഓൾഡ് ഏജ് ഹോമിലെ വിശേഷങ്ങൾ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഇതാണ് പാലക്കാടുള്ള ഏഷ്യാന ഓൾഡ് ഏജ് ഹോമിലെ അച്ഛനമ്മമാർ. നമ്മളെപ്പോലെ ഇവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. മക്കളെ പഠിപ്പിച്ച് വലുതാക്കി കല്യാണം കഴിപ്പിച്ചയച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവർക്ക് അവരുടെ അച്ഛനും അമ്മയൊക്കെ ഒരു ഭാരമായി. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളൊരിക്കലും നിങ്ങളുടെ അച്ഛനമ്മമാരെ തള്ളിപ്പറയരുത്. അവരെ നിങ്ങളെ വൃദ്ധസദനങ്ങളിൽ അയക്കരുത്. അച്ഛനും അമ്മയെന്ന് പറയുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണപ്പെട്ട ദൈവങ്ങളാണ്. അവരുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റൊരു സ്നേഹമില്ല. അതുകൊണ്ട് അവരെ നിങ്ങളെ മാറ്റി നിർത്തല്ലേ. ഹാപ്പി അല്ലേ? അമ്മയുടെ ബർത്ത്ഡേ കഴിഞ്ഞു അല്ലേ? ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. സെക്കൻഡ് ടൈമാണ് ഇവിടെ ഏഷ്യാന ഓൾഡ് ഏജ് ഹോമിൽ നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെയുള്ള നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും എന്താണ് നൽകുക എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അവർക്ക് എപ്പോഴും നൽകാനുള്ളത് സത്യസന്ധമായ നിഷ്കളങ്കമായ സ്നേഹം മാത്രമാണ്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പാട്ടും കളിയൊക്കെ ആയിട്ട് നമുക്ക് പോകണം. ആദ്യമായിട്ട് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചൊല്ലാനായിട്ട് സരസ്വതി, മുബി, ഹസീന പ്ലീസ്. എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ തുണ ചൊരിയണമേ. നാവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടയും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ഇനി നമ്മളുടെ സ്വാഗതം പറയാനായി ബന്ധപ്പെട്ട സ്നേഹവേദിയുടെ സ്നേഹനിധിയായ ജുനൈദിനെ ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ഈ സ്നേഹതീരത്തിലെ പ്രിയ അമ്മമാരെ, അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള അതിൻ്റെ പ്രധാനമായ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ അറിയുന്നവരാണ് നമ്മൾ. സ്നേഹവീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനുമെല്ലാം അതീതമായിട്ട് സ്നേഹത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളാനും പ്രവർത്തിക്കാനുമാണ് ഈ ഒരു സുന്ദരമായിട്ടുള്ള കൂട്ടായ്മ സാദി ഇന്ത്യ ദുബായിലെ ജബീർ പാർക്കിൽ വെച്ച് രൂപം നൽകിയിട്ടുള്ളത്. ലോകത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സ്നേഹവീടിന്റെ ചാരിറ്റികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചാരിറ്റികൾ. അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചാരിറ്റിയാണ് ഇങ്ങനെയുള്ള അഗതി മന്ദിരത്തിൽ ചെന്ന് അമ്മമാരെ കണ്ട് അവരോടൊപ്പം ഒരു നിമിഷം ചെലവഴിക്കുക എന്നത് വളരെ സന്തോഷം ലഭിക്കുന്ന കാര്യമാണ്. ഏതായാലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും കാര്യങ്ങളിൽ ഒരുപാട് പങ്കെടുക്കാനുണ്ട്. നമുക്ക്
നിങ്ങൾക്ക് പാട്ടുകൾക്കായിട്ട് അടിച്ചു പൊളിക്കണം. നിങ്ങൾ എല്ലാ സമയത്തും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് പ്രത്യേകം പറയുകയാണ്. നമ്മളെല്ലാം ഒന്നാണ്. ജാതിക്കും മതത്തിനും വർണ്ണത്തിനും അതീതമായിട്ട് നമ്മൾ സ്നേഹത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുക. നമുക്കറിയാം, നമ്മൾ ശങ്കൊലി മുയങ്ങുന്ന ഭാരതത്തിലാണ് ജീവിക്കുന്നത്, പാങ്കൊലി മുയങ്ങുന്ന ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ചർച്ചിന്റെ മണിയടി മുയങ്ങുന്ന ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുഹമ്മദ് കുട്ടിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവന്റെ അയൽവാസിയായ രാമൻ കുട്ടി അവനെ കുറിച്ച്, അവന്റെ സ്വഭാവത്തെ കുറിച്ച്, അവൻ ഏറ്റവും നല്ലവനാണ് എന്ന് സർട്ടിഫൈ ചെയ്ത മതമാണ് നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കുക എന്നത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണമെന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് നീങ്ങുക. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സ്നേഹവേദിയുടെ ഡയറക്ടർ സ്വാധീനത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട യേശുന ഓൾഡ് ഏജ് ഹോമിന്റെ ശാരദാമയം, ആശിഷ്, മാനേജർ വിജേഷ്, അക്ഷര, അവരുടെ പേരക്കിടാവാണ് അല്ലേ, അക്ഷര, നവ്യ ടീച്ചറെ ശരിക്ക് മുമ്പ് അവാർഡ് കിട്ടിയതാണ്. ഏറ്റവും നല്ല പുൻസിരിക്കുള്ള ശരി, ഒരു മനുഷ്യൻ ഏറ്റവും ചിരിക്കുക ഒരു അനുഗ്രഹമാണ്. ഇന്ന് എല്ലാവരും മസിൽ പിടിച്ച് ചിരിക്കാനൊക്കെ ഇങ്ങനെ പേടിച്ച് ചിരിച്ചു കഴിഞ്ഞാൽ എന്താ നഷ്ടമാവുന്നുള്ള പേടിയാണ്. അപ്പൊ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം കാണുന്ന നമ്മുടെ നവ്യ ടീച്ചർ, അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സ്നേഹവീടിന്റെ ഒരുപാട് ഏകദേശം 18ഓളം ആളുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും പേരും പറയുന്നില്ല, ആരെങ്കിലും പേര് വിട്ടുപോയാൽ പിന്നെ അത് സങ്കടമാവും. അതുപോലെ പ്രവാസ ലോകത്തിലെ നൗഫൽജി തുടങ്ങിയ ഒട്ടനവധി ആളുകൾ. അതുപോലെ സ്നേഹവീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന നമ്മുടെ അനിലേട്ടന്, സുനിലേട്ടന് അവരൊന്നും എത്തിയിട്ടില്ല, സജീഷ് ലാലൊന്നും എത്തിയിട്ടില്ല. അവർക്ക് ഇന്ന് വരാനാവാത്ത അമ്പലത്തിൽ എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാവരെയും നമ്മുടെ സ്നേഹവീടിന്റെ ഈ ഒരു സ്നേഹവിരുന്നിലേക്കും സ്നേഹ സമ്മാനത്തിന്റെ ചടങ്ങിലേക്ക് നമ്മളെ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ് എന്റെ സ്വന്തം പേരിലും അതുപോലെ സ്നേഹവീടിന്റെ പേരിലും. എന്താണ് സ്നേഹവീട് എന്നെല്ലാവരും പലരും ചിന്തിക്കുന്നുണ്ടാവും. 2015 സ്നേഹവീടിന് തുടക്കം കുറിക്കുന്നത്. സ്നേഹവീട് എന്ന ആശയം ഉണ്ടാവാനുള്ള കാരണം ഭൂമിയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യം പട്ടിണിയല്ല, അതിനപ്പുറത്ത് സ്നേഹശൂന്യതയാണ്. സ്നേഹശൂന്യതയ്ക്ക് ഒരു പരിഹാരം കാണാനാണ് സ്നേഹവീട്. എങ്ങനെയുള്ള സ്നേഹം? ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് കാണാനും നന്മയോടെ അവരെ സഹായിക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു മനസ്സാണ് സ്നേഹവീടിന്റെ ആശയം. അവിടെ ഏത് ജാതിയാവട്ടെ, ഏത് മതമാവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് വെച്ചു ഒരേപോലെ കാണാനും സ്നേഹിക്കാനുമാണ് സ്നേഹവീട് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇടയിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ പട്ടിണി പാപങ്ങൾ ഉണ്ടാവില്ല, വീടില്ലാത്തവരുണ്ടാവില്ല, ഇവിടെ ആരും ആരെയും ഇല്ലായ്മ ചെയ്യില്ല, കൊലപാതകങ്ങളൊന്നും ഉണ്ടാവില്ല. സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓരോ വ്യക്തിയിലും സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടും ലോകവും നന്നാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇവിടെ കൂടിയ എല്ലാവരോടും ഏഷ്യാന ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ടാവാനുള്ള കാരണം സ്നേഹമാണ്. ഈ അമ്മയുടെ സ്നേഹം. ഒരുപാട് കാലം ഏറെങ്കിലും വർക്ക് ചെയ്യാറുണ്ട് അല്ലെ. അന്ന് സുന്ദരിയായ ഒരു അമ്മ ഏറെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല ഇവിടെ ഒരു ഏഷ്യാന ഓൾഡ് ഏജ് ഹോം തുടങ്ങും. അത് തുടങ്ങാൻ അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അങ്ങനെ ഈ ഒരു വലിയ കൂട്ടായ്മ തുടങ്ങി. അവരിപ്പോഴും തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ, എവിടെയും എത്തിയിട്ടില്ല. അപ്പൊ ഇവരെ പോലെയുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കണം. ചിലപ്പോൾ നമുക്ക് പണം കൊണ്ട് സഹായിക്കാൻ പറ്റില്ലെങ്കിലും വാക്കുകൊണ്ട് സഹായിക്കുക, മറ്റുള്ളവരോട് പറയാം. ഒരുപാട് ആളുകളെ അറിഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാനുള്ളവരുണ്ടാവും. കോഴിക്കോട് കാപ്പാടുള്ള കനിവ് സ്നേഹതീരം എന്ന് പറയുന്ന ഒരു അതിഥി മന്ദിരമുണ്ട്. അവിടെ ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നതാണ് പ്രോഗ്രാം നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യമാണ് പ്രോഗ്രാം നടത്തിയപ്പോൾ അഴകി ഹെയർ ഓയിലിന്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു. അന്ന് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന തള്ളല്ല കേട്ടോ എന്ന് പറയുന്ന യൂട്യൂബിലൊക്കെ ഒരാളുണ്ട്, അബ്ദുറഹ്മാൻ. അദ്ദേഹം വന്ന് അവിടെ പ്രോഗ്രാമിനെ സെലിബ്രേറ്റ് ചെയ്ത് വന്നു. അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു. അതിനുശേഷം 2 ദിവസം കൊണ്ട് 5 ലക്ഷം രൂപ അവർ കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് നമുക്ക് ചിലപ്പോൾ പണം കൊണ്ട് സഹായിക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ത്രൂ പലരെയും ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ഏഷ്യാന ഓൾഡ് ഏജ് ഹോമിനെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം ഇതുവരെ
അവർക്ക് സ്വന്തമായിട്ട് ഒരു കുറച്ച് സ്ഥലം കെട്ടിടം അല്ലെ. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളോട് നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് പാലക്കാട് എടത്തറ 5 മൈലിലെ ഏഷ്യാന ഓൾഡ് ഏജ് ഹോം ആണ്. വളരെ ദയനീയമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ നിങ്ങളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. സഹായിക്കാൻ മനസ്സുള്ള ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ മനസ്സ് കാണിച്ചു നമ്മുടെ ശാരദാ മാമിന് എത്ര വാഴ്ത്തിയാലും ആ മനസ്സിന്റെ നന്മയെ എന്ത് തന്നെ പറഞ്ഞാലും എന്ത് തന്നെ കൊടുത്താലും തീരില്ല. അതുപോലുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. പരസ്പരം സഹായിക്കുക, പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം ഇതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം. അപ്പോ ഇനി നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്ന് വെച്ചാൽ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ എല്ലാവരും സുന്ദരിയും സുന്ദരന്മാരും തന്നെയാണ്. പക്ഷെ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു അമ്മയുണ്ട് ഇവിടെ. ആ അമ്മ, ഇതാണ് അമ്മ. ആ അമ്മക്ക് ആഗ്രഹം പറഞ്ഞു കൃഷ്ണന്റെ ഫോട്ടോ വേണമെന്നുള്ളത്. അപ്പൊ കൃഷ്ണനെ മാത്രം നോക്കിയപ്പോ കിട്ടല്ല മാർക്കറ്റില്, രാധയും കൂടെ ഉണ്ട്. പ്രശ്നമുണ്ടോ? അപ്പോ കൃഷ്ണനും രാധയാണ് നമ്മൾ അമ്മക്ക് ആദ്യമായിട്ട് സമ്മാനിക്കുന്നത്. ഒന്ന് കൈയടിച്ച് അമ്മയുടെ ആ പുഞ്ചിരി നോക്കി. ഈ അമ്മ നമ്മളെ പോലത്തെ മക്കള്, ഏകദേശം 7 മക്കളുള്ള ഒരു അമ്മയാണ്. ഇന്ന് എന്തോ മക്കൾക്ക് അമ്മ വയസ്സായപ്പോൾ ഭാരമായി. പക്ഷെ അമ്മ ആ മക്കളെ കൈകളിലേക്കാട്ടും ഭദ്രമായിട്ടാണ് ഇവിടെ ഈ ഏഷ്യാന ഓൾഡ് ഏജ് ഹോമില്. അവരോട് മകൻ ആരാന്ന് ചോദിച്ചപ്പോ ജിജേഷിനാണ് ചൂണ്ടിക്കാണിച്ചത്. ഇവിടെ ജിജേഷ്. അപ്പോ നമ്മുടെ മക്കൾ ചിലപ്പോ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കൾ ആവണമെന്നില്ല. അത് നമുക്ക് പരാതി പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു ദൈവഹിതമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ആകെ ഏറി വന്നാൽ ബിറ്റ്വീൻ 60 and 70, 60 മുതൽ 70 വയസ്സിൽ നമ്മൾ ജീവിക്കും. അത്രേ ഉള്ളൂ. പിന്നെ എന്തിനും നമ്മൾ പേടിക്കേണ്ട ആവശ്യം. എന്നെ സംബന്ധിച്ച് അടുത്ത മെയ് 3 വന്നാൽ എനിക്ക് 50 വയസ്സായി. അപ്പൊ എനിക്കുള്ളത് ആകെ 20 വർഷമാണ്. 20 വർഷം കിട്ടും ഗ്യാരണ്ടി ഇല്ല കേട്ടോ. സ്വപ്നം കാണാം 20 വർഷം. 100 വർഷമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. പക്ഷെ 20 വർഷം നിനക്ക് കിട്ടും. ഈ 20 വർഷം എന്ന് പറയുമ്പോൾ 365 × 20 വളരെ കുറഞ്ഞ ദിവസങ്ങളെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കാതിരിക്കണം, സഹായിക്കാതിരിക്കണം, പുഞ്ചിരിക്കാതിരിക്കണം? ഉള്ള ദിവസങ്ങൾ അടിച്ചു കൊടുക്കുക. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, നമ്മുടെ ജുനൈദ് പറഞ്ഞ പോലെ, തന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, താൻ വയറ് നിറച്ചു ഉണ്ണുന്നവനാണെങ്കിൽ താൻ എന്റെ മഹത്വപ്പെട്ടവരെല്ലാം പഠിപ്പിച്ച പ്രോഫറ്റ് മുഹമ്മദ്. വളരെ സത്യമാണത്. നമ്മുടെ വീട്ടിന്റെ അടുത്ത് നമ്മളിപ്പോ പെരുന്നാൾ കഴിഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലെ മക്കൾക്ക് ഡ്രസ്സുകളുണ്ട്, വീണ്ടും വീണ്ടും ഡ്രസ്സുകൾ വാങ്ങിച്ചു. ബിരിയാണി, മന്തി, കബ്സ. എന്താണ് ബിരിയാണി, എന്താണ് ബ്രോസ്റ്റ് എന്ന് കാണാത്ത എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊന്നും വാങ്ങിച്ചു കൊടുക്കും ഒരു ദിവസം ബിരിയാണി, ബ്രോസ്റ്റും, മന്തിയൊക്കെ. നമ്മുടെ മക്കൾ കഴിച്ച് 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 കഴപ്പിലാണ്, കുട്ടിക്കഴപ്പാണ്. അതുകൊണ്ടല്ല അമ്മമാരെ കൊല്ലുന്നത്, അച്ഛന്മാരെ കൊല്ലുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക. അതുപോലെ മിണ്ടാപ്രാണികളോട് നമ്മൾ സ്നേഹം കാണിക്കുക. മിണ്ടാപ്രാണികൾക്ക് അല്പം വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ആരുമില്ല. നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരു പട്ടി വരും, നമ്മൾ കല്ലെടുത്തെറിയും. അടുത്ത വീട്ടിൽ പോകും, അവിടുന്ന് കല്ലെടുത്തെറിയും. അടുത്ത ഹോട്ടലിൽ പോകും, ചുടുവെള്ളം മുഖത്തേക്ക് ഒഴിക്കും. അങ്ങനെയല്ല നമ്മൾ വേണ്ടത്. അവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് വേണം. അപ്പൊ ഞാൻ പറയട്ടെ, ഇവിടെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഞങ്ങളെ സ്വന്തം മക്കളായിട്ട് കാണുക. നിങ്ങളുടെ മക്കൾക്ക് ചെറിയൊരു തെറ്റുപറ്റി, അത്രയും വിചാരിച്ചാൽ മതി. ചെറിയൊരു തെറ്റുപറ്റി അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുക. ഇപ്പോ നമ്മുടെ അഫാൻ 5 പേരാണ് കൊന്നത്. അഫാന്റെ അമ്മ തിരുവനന്തപുരം വെഞ്ഞാറമൂടിലുള്ള അഫാൻ എന്ന് പറയുന്ന ഒരു മകൻ 5 പേരെ കൊന്നു. സ്വന്തം മാതാവിനെ കൊന്നു എന്ന് കരുതിയത്, പക്ഷെ ഭാഗ്യത്തിന് മരിച്ചില്ല. ആ അമ്മ രക്ഷപ്പെട്ടിട്ട് അവർ FIR എടുക്കാൻ പോലീസ് ചെന്നപ്പോ എന്താ പറ്റി ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, നമുക്കറിയാം സ്വന്തം മകൻ അഫാൻ അടിച്ചതാണ്, മുണ്ട് മുറുക്കിയതാണ്, നമുക്കറിയാം. അമ്മ പറഞ്ഞു, ഞാൻ കട്ടിൽ നിന്ന് തെന്നി വീണതാണ്. അതാണ് അമ്മ മനസ്സ്. പക്ഷേ ആ അമ്മയുടെ മനസ്സ് കാണാൻ ഈ ലോകത്തൊരു മക്കളും ഇല്ല. ഒരു ശക്തിക്കും അമ്മയെ പോലെ അച്ഛനെ പോലെ ആകാൻ പറ്റില്ല. മാതാപിതാ ഗുരു ദൈവം. മാതാവും പിതാവും ഗുരുവും ദൈവതുല്യമാണ്. ഈ ഭൂമിയിൽ ഞാൻ കണ്ട കൺമുമ്പിൽ കാണപ്പെട്ട ദൈവങ്ങളാണ് നമ്മുടെ മാതാവും പിതാവും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് മാതാവ്. 1 വട്ടം 2 വട്ടം 3 വട്ടം മാതാവാണ്. അമ്മയ്ക്ക് പകരം വെക്കാൻ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. അപ്പൊ മക്കൾക്ക് അമ്മയെ കാണാൻ പറ്റിയില്ലെങ്കിൽ നഷ്ടം സംഭവിച്ച ഒരു മക്കളാണ്. അവർക്കൊന്നും വരാനില്ല. അവർ നേരെ സ്വർഗത്ത് പോകും. മക്കൾ ഒരുപാട് ത്യാഗം സഹിക്കും. ഈ ഭൂമി തന്നെ മരിച്ചു പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടും. മരിച്ചു പോയാൽ അവിടെ ചെന്നാലും പ്രശ്നങ്ങളായിരിക്കും. ഇപ്പോ 2025 മക്കൾക്ക് യോയോ സ്റ്റൈലാണ്. അമ്മയാരാണ്, അച്ഛനാരാണ് ഒന്നും അറിയില്ല. ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരെ വിശ്വസിക്കും, ആരെ കൂടെ നിൽക്കും എന്നിപ്പോ നമുക്ക് ഡൗട്ടാണ്. സ്വന്തം അമ്മമാർക്ക് മക്കളെ കൂടെ നിൽക്കാൻ സേഫ് അല്ല. പിന്നെ
പിന്നെ എവിടെയാണ് നമുക്ക് സേഫ്? അതുകൊണ്ട് എൻ്റെ പൊന്നമ്മമാരും പൊന്നച്ഛന്മാരും ഒരിക്കലും സങ്കടപ്പെടേണ്ട. നിങ്ങളാണ് വിജയിച്ചവർ, നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കൂടെ സ്നേഹിക്കാൻ ഞങ്ങളെ പോലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തതാണ്. ഇനി അടുത്തതായിട്ട് നമ്മളെ സ്നേഹ സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ വേറൊരു അമ്മയുണ്ട് അകത്ത്. ഈ അമ്മയുടെ കൂടെയുള്ള അമ്മയാണ്. ആ അമ്മയ്ക്കാണ് അടുത്ത സമ്മാനം കൊടുത്തോളൂ. ആ റൂമിലുള്ള അമ്മ ആരൊക്കെ കണ്ടുകൊണ്ടു അവരാ റൂമിൽ ഇങ്ങനെ പിന്നെ സംസാരിച്ചിരിക്കുന്നുണ്ടപ്പോ എനിക്ക് ഉപ്പച്ചിയും ഉമ്മച്ചിയും ഉണ്ടായിരുന്നു. അവര് റൂമിൽ ഇങ്ങനെ കട്ടിലിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തും സംസാരിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ഇന്ന് ആ രണ്ട് വ്യക്തിത്വങ്ങൾ ഈ ഭൂമിയിലില്ല, അവർ മരിച്ചുപോയി. നിങ്ങൾ ദയവായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാവങ്ങളായിരുന്നു എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയും. അവരാണ് എന്നെ പഠിപ്പിച്ചത് പാവങ്ങളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും. അപ്പോ ഇവര് രണ്ടുപേരും ആ റൂമിൽ ഇങ്ങനെ നിൽക്കുമ്പോ എന്താ പറയാ, കപ്പിൾസിനെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. വളരെ ലവബിളായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ചിരിച്ചും കളിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ടപ്പോൾ വല്ലാതെ സന്തോഷം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തീരുമാനിച്ചതായിരുന്നു അവർക്ക് സ്നേഹ സമ്മാനങ്ങൾ കൊടുക്കണം. ഇനി നമ്മളൊരു സ്നേഹ സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ ഏഷ്യാന ഓൾഡ് ഏജ് ഹോമിന്റെ ശാരദാ മാമിനാണ്. പ്ലീസ് സുധീർ കൊടുക്കും. ഓക്കെ സുധീർ, താങ്ക് യു. ഈ സ്നേഹ സമ്മാനങ്ങളെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ ഈ സമ്മാനങ്ങളെ കൊടുക്കുന്ന ആൾക്ക് എപ്പോഴാണ് അതിന്റെ സന്തോഷം വെച്ചാല് ഈ സമ്മാനം കൊടുക്കുന്ന വ്യക്തിയുടെ മുഖത്ത് കാണുന്ന ആ ഒരു പുഞ്ചിരി, അതാണ് നമ്മുടെ സന്തോഷം. വീണ്ടും ഇവിടെ ഏറ്റവും നല്ല പുഞ്ചിരിക്കുന്ന ഒരാൾക്കുള്ള സമ്മാനമാണ് നമ്മുടെ നവ്യ ടീച്ചർ. നവ്യ ടീച്ചർക്ക് എന്ത് കൊടുക്കുന്നില്ല ഇതന്നെ കൊടുക്കാം. നവ്യ ടീച്ചർ രണ്ടു വാക്ക് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു പരിപാടിയിൽ എന്നെ വിളിച്ചതിന് ആദ്യം താങ്ക്സ് പറയുന്നു. പിന്നെ ഏടം പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോഴുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ അമ്മമാരെ കളയാൻ വേണ്ടിയിട്ട് നോക്കുന്നവരെ എല്ലാവരും എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കണത് എൻ്റെ അച്ഛനും അമ്മയും ഒരുപോലെ നോക്കണം എന്നുള്ളതാണ്. എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് വീട്ടിൽ വെറുതെ ഇരുന്നോടെ ഈ സൺഡേയിലൊക്കെ. അപ്പം ഞാൻ പറയും എൻ്റെ അച്ഛനും അമ്മയും നോക്കണമെങ്കിൽ ഞാൻ നടക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാ മക്കൾക്കും ഇതുപോലെ അച്ഛനും അമ്മയും നോക്കുന്ന ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് ഒരു തരത്തിൽ വിഷമിക്കണ്ട. എല്ലാവർക്കും കൂടെ ഞാനുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവർ എൻ്റെ എല്ലാ കാര്യം പറയുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പറയണ പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് സാധിക്കുന്നത് എന്തായാലും എന്താണെന്ന് ചെയ്തു വരും. അതോർത്ത് പറയുന്നു. ടീച്ചർ പറഞ്ഞില്ലേ, ടീച്ചറോട് എല്ലാവരും പറയും എന്തിനാണ് പോകണ വീട്ടിലാണെങ്കിൽ. പക്ഷെ ടീച്ചർ ആനന്ദം കണ്ടെത്തുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങളിലാണ്. പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ്, ഒറ്റപ്പെട്ടവരുടെ കൂടെയാണ് ടീച്ചർ. നല്ലൊരു മനസ്സാണ്, നല്ലൊരു കൈയ്യടമാണ് ടീച്ചർ. ഇനി നമ്മുടെ സ്നേഹ വീട്ടിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഉമൈബ, അതുപോലെ ഉമൈബയുടെ മോള് ഹന്ന, അവരെ ഈ പ്രാവശ്യമാണ് സ്നേഹ വീട്ടിൽ ജോയിൻ ചെയ്യുന്നത്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർക്ക് ഒരു ചെറിയ സ്നേഹ സമ്മാനമുണ്ട്. അത് നൽകുന്നതിന് വേണ്ടി ഹസീന ബേബി വരവിളിക്കുന്നു. കൊടുത്തോളൂ. പിന്നെ നമുക്ക് പുതുതായിട്ട് ആദ്യമായിട്ട് നമ്മുടെ സുധീറിന്റെ ഭാര്യ സഫ്നാസ്, അതുപോലെ മകൾ റിയ, ഇവരാദ്യമായിട്ടാണ് സ്നേഹവീടിന്റെ പ്രോഗ്രാമിൽ വരുന്നത്. അവർക്കും ഒരു ചെറിയ സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി സരസ്വതി മുബീന ആന്റിയെ ക്ഷണിക്കുന്നു. നിങ്ങൾ വരൂ, ചെറിയ വരൂ പ്ലീസ്. അടുത്തതായിട്ട് സ്നേഹവീടിന്റെ കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞ് സ്നേഹവീട് എന്താണെന്ന് തൊട്ടറിയാൻ വേണ്ടി വന്ന പ്രിയപ്പെട്ട ജുലൈദിന്റെയും ആരിഫ് അഫ്സലിന്റെയും പ്രിയ കൂട്ടുകാരൻ നമ്മളെ സ്നേഹവീടിനെ സംബന്ധിച്ച് നമ്മൾ ആരെയും സ്നേഹവീട്ടിലേക്ക് നിർബന്ധമായിട്ട് കൊണ്ടുവരിക. സ്നേഹവീടിനെ കുറിച്ച് അറിയാവുക, നമ്മുടെ സമ്പാദ്യത്തിന്റെ ഒരു ചെറിയ ശതമാനം മാറ്റി വെച്ചിട്ട് പാവങ്ങളെ സഹായിക്കുക, അത്രയേ ഉള്ളൂ. പബ്ലിക്കിൽ നിന്ന് പണം പിരിവ് കാര്യങ്ങളൊന്നും സ്നേഹവീട് ചെയ്യുക. അപ്പൊ എന്താണെങ്കിലും എല്ലാവരും ഹാപ്പി അല്ലേ? അടിച്ചു പൊളിക്കല്ലേ? ഓക്കെ.
ഇനി എന്താ വേണ്ടി ഒരു പാട്ടാക്കാം സൽമാൻ്റെ അല്ല എൻ്റെ ഓക്കേ, നമുക്ക് നല്ല ഭക്തിസാന്ദ്രമായ ഒരു ഗാനം നമ്മുടെ പ്രിയപ്പെട്ട സഫ്വാൻ, പ്ലീസ് കം സഫ്വാൻ. സൽമാനത് പാടിക്കും. പുഞ്ചിരി തൂങ്ങും നാളുവേറെ കാണുമോ എന്നമ്മേ, പുഞ്ചിരി തൂങ്ങും നാളുവേറെ കാണുമെന്റെ അമ്മേ, താരാട്ടിൻ നീളമല്ല തലോടിയിടും അമ്മേ, തലോടിയിടും അമ്മേ, പുഞ്ചിരി നാളൊക്കെയും ആ കാണുമല്ലേ അമ്മേ, കാണുമല്ലേ അമ്മേ, താരാട്ടിൻ നീളമല്ല തലോടിയിടും അമ്മേ, തലോടിയിടും അമ്മേ, താരാട്ടിൻ നീളമല്ല തലോടിയിടും അമ്മേ, തലോടിയിടും അമ്മേ, പുഞ്ചിരി നാളിൽ വിടരാൻ ഇന്നും ഞാനില്ലേ, കോട് ഞാൻ വന്ന് ഒന്നായി കൊണ്ടുപോടൂലേ, എന്റെ അമ്മേ താരാട്ടി ഈണകാടല്ലേ, തഴുകുമേന്നിൽ പുഞ്ചിരിയെന്നിൽ അമ്മയോട് താരാട്ടി നീണമാണമ്മേ, താരാട്ടല്ലേ തഴുകുമേ അമ്മേ, പുഞ്ചിരിയിൽ നാദവേ നീ ഉണരുമേ അമ്മേ, ഉണരുമേ അമ്മേ. അപ്പൊ നമ്മളെ ആദ്യം സമ്മാനം കൊടുക്കേണ്ട തങ്കമ്മക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ തങ്കമ്മക്ക് വേണ്ടി നമ്മളെ കൃഷ്ണന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സമ്മാനം എന്റെ കൈകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട തങ്കമ്മ കൊടുക്കുന്നതിന് വേണ്ടി നിർത്തുന്നുണ്ട്. അപ്പോ ഞാൻ കൊടുക്കുകയാണ് നിങ്ങളുടെ എല്ലാവരെയും സമ്മതത്തോടു കൂടി. അവര് ഇഷ്ടമൂർത്തി കൃഷ്ണനാണല്ലേ? ഓക്കെ, ഇഷ്ടമൂർത്തി കൃഷ്ണനാണ്. ബന്ധ സ്ഥിതിക്ക് എന്താണ് അഭിപ്രായം പറഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് എല്ലാവർക്കും നമസ്കാരം. ചുരേത് കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രായമായ അമ്മമാരെയും അച്ഛന്മാരെയും ഒരുപാട് ഇഷ്ടമാണ്. എന്താ വെച്ചാല് ഒരു ദിവസം മുന്നാണ് എൻ്റെ അപ്പാനും അമ്മ മരിച്ചത്. കാരണം അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടാതായിരിക്കുന്ന സമയമാണല്ലോ. കാരണം സ്നേഹം നമുക്ക് ഫേക്കായി കിട്ടുന്ന സമയമാണ്. അപ്പൊ ശരിക്കും നിങ്ങൾ സ്നേഹം കിട്ടണമെങ്കിൽ ഉപ്പ ഉമ്മ, പിന്നെ വല്യപ്പ വല്യമ്മ, അച്ഛനമ്മ, അതുകൊണ്ട് കൂടുതൽ അടുത്ത കിടന്നുള്ള തോന്നിയിട്ടാണ് ഞാൻ ഈ സ്നേഹത്തിലേക്ക് ജസ്റ്റ് വന്ന് നോക്കി എല്ലാവരും ഇത് പരിചയപ്പെടാറുള്ളത്. അതിന് എനിക്ക് ഒരു വേദി എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഒരുപാട് സന്തോഷം. അദ്ദേഹത്തിന് മാതാപിതാക്കൾ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോ ആരാ പാട്ട് പാടുന്നത്? ആരിഫാണ്. ആരിഫാസിൽ രണ്ടുപേരും പാട്ട് പാടും. ടൈമായില്ല. സ്വർഗത്തിലെത്താൻ
അല്ലാഹ് വർഷിക്കും സഹായം. ഇനി അടുത്തായിട്ട് ആരിഫിന്റെ ശംഖാണ് ചൊല്ലിയത്. നീ എന്റെ മാത്രമാണ്, നീ എനിക്ക് സ്വർഗമാണ്. നീ എന്റെ മാത്രമാണ്, നീ എനിക്ക് സ്വർഗമാണ്. നീയില്ലേ നീ ദുനിയാവ് നരകമാണ്. നീയില്ലേ നീ ദുനിയാവ് നരകമാണ്. ഭ്രാന്തന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ. ഭ്രാന്തന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ. ആരാരും പറയട്ടെ പ്രണയിച്ചിടാം, പ്രണയിച്ചിടാം, പ്രണയിച്ചിടാം. ഹേമതല ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് സുന്ദരമായി പാടും. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി കടവിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ, പരീക്ഷണത്തിൻ വാൾമുനയേറ്റി കടവിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ, താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴവിൽ കിളിയിൽ വന്യജീവിയിൽ വനച്ചരയിൽ സ്നേഹബിന്ദുവിൽ അമൃതം തൂകിയ ലോകപാലക ജഗദീശ, ആനന്ദത്തിൻ അരുണകിരണമായി അന്ധകാരമിതിൽ അവതരിപ്പൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു. നല്ലൊരു കൈയ്യടിക്ക്. ഇത് ആരാണ് ഇവിടെ യശന ഓൾഡേജ് ഹോമിലാണ് പാടാൻ പോകുന്നത്? പ്ലീസ്. വേണ്ട ഇക്കളി വേണ്ട, വേണ്ട ദീനം കാട്ടുക വേണ്ട, വേണ്ടെപ്പം പൊയ്ക്കോടാ. നാട്ടിൽ വന്നത് കാണുന്നത് ഓരോ കുറ്റമകൾക്ക് പറച്ചലും മറിച്ചലും പൊട്ടിപ്പിരാക്കലും ഒത്തുമേന്ന് ശരിക്കാനാകൂടാ. മാവൻ രാത്രി വന്നാൽ അമ്മായി കാത്തുണ്ട് ചെളിയും മേലെ നാത്തൂരും പല ഭീഷണിയും മറ്റുള്ളവരെ പിറാൻ കെട്ടി കുട്ടിയലിട്ടുകയും കാലം പൂച്ചകൾ കഴിവിടി കൂടിയതാകാൻ നടക്കുന്നു.
മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം വെള്ളം കൊടുക്കാൻ സരസ്വതി എപ്പോഴും സദാ തയ്യാറാണ്. പട്ടികൾക്കും പൂച്ചകൾക്കും വെള്ളം ഭക്ഷണം കൊടുക്കും. അത് എന്നിൽ നിന്നാണ് സരസ്വതി കണ്ടുപഠിക്കുന്നത്. അപ്പോ സരസ്വതി പാട്ട് പാടുന്നതുകൊണ്ട് 2 വാക്ക് സരസ്വതി സ്നേഹത്തിൽ വന്നിട്ട് സരസ്വതിക്ക് ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ച് 2 വാക്ക് സരസ്വതി സംസാരിക്കും. പിന്നെ സരസ്വതിനെ കണ്ടു പഠിക്കണം നമ്മൾ. ഇന്നത്തെ കാലത്ത് ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊണ്ടുപോയി എവിടെയെങ്കിലും അബോർട്ട് ചെയ്ത് കളയുന്ന ഒരു കാലഘട്ടമാണ്. തനിക്ക് ജനിച്ച കുഞ്ഞ് ഭിന്നശേഷി കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് പോലും അതിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് താൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അതിനെ കൂട്ടിക്കൊണ്ടുപോയി പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു മാതാവാണ് സരസ്വതി. അപ്പോ എല്ലാവരും സരസ്വതിനെ മാതൃകയാക്കുക. സരസ്വതി ദേവിയാണ്. പ്ലീസ് സരസ്വതി. ഒരു ദിവസം ഞങ്ങൾ നേരിട്ട് കണ്ടു. അപ്പോൾ അവര് ഒരു ഫുഡ് കൊടുക്കണുണ്ട്. അപ്പോൾ അവര് കൊടുക്കണ കണ്ടപ്പോൾ ഉറങ്ങി കിടക്കണ നായ്ക്കൂടെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് തോന്നി. പിന്നെ അവരുടെ സ്നേഹത്തിൻ്റെ അതിന് ഞാൻ ജോയിനായി. എനിക്ക് ഫസ്റ്റ് ചാരിറ്റിയുടെ ഇഷ്ടത്തില്ല, പക്ഷെ അതിനോട് കഴിയില്ല. അപ്പോൾ സാധിക്കാൻ പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ ഓരോ ചാരിറ്റിയിൽ പങ്കെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഈ എന്നെക്കൊണ്ട് കഴിയണവരെ ഞാൻ കൊടുക്കും. അപ്പോ ഇന്നിവിടെ ഒരു പ്രോഗ്രാം സെക്കൻഡ് ടൈം നടത്താനാണ്. ഇവിടെ പ്രോഗ്രാം നടത്താൻ കരുതിയിരുന്നു, പക്ഷേ റൊട്ടേറ്റ് ചെയ്ത് വരണം. പിന്നെ കണ്ണൂരും കോഴിക്കോടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുള്ളൂ എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് പ്രോഗ്രാം നടത്താനുള്ള കാരണം സരസ്വതിയാണ്. സരസ്വതിയോട് വിളിച്ചിട്ട് പറഞ്ഞു ഏഷ്യാന ഓൾഡേജ് ഹോമിനെ കുറച്ച് ക്യാഷ് കൊടുക്കണം. അപ്പോൾ വലിയ സംഖ്യ ഒന്നുമില്ല, ചെറിയൊരു സംഖ്യയാണ്. അപ്പോൾ ഞാൻ സരസ്വതിയോട് പറഞ്ഞു എല്ലാ പ്രാവശ്യവും പെരുന്നാൾ സ്നേഹഭൂമിയുടെ ഒരു സദ്യ എൻ്റെ വീട്ടിലുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സദ്യ നമുക്ക് നമ്മുടെ പാലക്കാടുള്ള ഏഷ്യാന ഓൾഡേജ് ഹോമിൽ ഒരുമിച്ച് ചെയ്യാൻ ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സുധീറിനോട് പറഞ്ഞു സുധീർ ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പെട്ടെന്ന് വീണ്ടും ഇവിടെ വരാൻ ഒരു അവസരം ഒരുങ്ങിയത്. അതിന് പ്രധാന കാരണം ഈ സരസ്വതി ദേവിയാണ്. കുറി വരച്ചാലും കുരിശ് വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന്. ഇനി സരസ്വതി 2 പേര് പോയി. കൈവ
പാടൂലേ? അറിയുന്ന പോലെ പാട്ട്. ചന്തമുള്ള സുന്ദരങ്ക ചെല്ലാമര കണ്ണാണ്ടി പെണ്ണ വേണോ ഓടക്കുഴലുകിരുകി കാറ്റികളെ ചൂടിച്ചു കാലുകളിലൊടി ഓടി പാടിടുന്നേ എത്താത്തോഴികളിൽ വിളിക്കണ്ടായി ഇത്തരത്തിലുള്ള ചിത്തം മറക്കുമോ മനസ്സിന ഉണ്ണിയായി നിൽപ്പതുമായി കണ്ട നേരം ഉണ്ടേവായൂറങ്ങൂലകം കണ്ണാനി കാട്ടി പാൽ കുടിക്കം വൈകുതിയെ പയ്യ പയ്യ തള്ളി നീക്കി ഒട്ടുകുട്ടി പാൽ കുടിക്കം വൈകിടാവുന്നിയ വേണുഗാനം കേൾക്കാതായി കാഞ്ഞി നേരം വയ്യേ കണ്ണ പാണിരണ്ട് കുപ്പിയൊന്നേ വേണുപാടണേ. വലിയ സന്തോഷം. ഓക്കെ, ഇനി അടുത്തത് ഹസീന കണ്ടുപോയി പ്ലീസ്. പടപ്പ് പാടപ്പോടെ പിരിശത്തിൽ നിന്നോളെ പടജോനെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളെ അന്യോന്യം പോരാടി പോരാടി നിൽക്കേണ്ട പൊന്നാര ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക് അതിലേത് ജാതിക്കും കേറാമെന്നാക്ക് അതിവേഗം നിസ്കാര പായാവിരിക്ക് പടപ്പ് പാടപ്പോടെ പിരിശത്തിൽ നിന്നോളെ പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളെ. ആരിഫ് അഫ്സൽ, ഞങ്ങളുടെ പ്രോഗ്രാമിന് ഇവിടെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വക അത്തറുണ്ടാവും. അത്തറിന്റെ മണം എല്ലാവർക്കും ഇഷ്ടല്ലേ? അത്തറിന്റെ മണം എല്ലാവർക്കും ഇഷ്ടാവും. കാരണം എന്താ വെച്ചാല് അത്തറ് വല്ലാത്തൊരു സുഗന്ധാണ് അത്തറിന്റെ. അപ്പൊ ആ അത്തറ് നമുക്ക് വേണ്ടി ജുനൈദും ആരിഫ് അഫ്സലും നൽകുന്നതാണ്. പ്ലീസ് കൊടുത്തോളൂ.
ഒരു ചെറിയ മത്സരമാണ്. അതിൽ വിജയിച്ചാർക്ക് എൻ്റെ മകൻ ചെറിയൊരു സമ്മാനം തരും. ഇതിൽ 2 കേക്ക് ഉണ്ട് അല്ലേ? ഇതിൽ ഒന്ന് സ്നേഹമേന്റെയാണ്, ഒന്ന് സുധീറിന്റെ. അപ്പൊ പറയണം ഏതാണ് സുധീർ, ഏതാ സ്നേഹമേട്. എനിക്ക് പോലും അറിയില്ല. അല്ല, ഒരു മിനിറ്റ്. 3 ടീമിനെ എടുക്കാം. ഒന്ന് ഏഷ്യാന ഓൾഡ് ഏജ് ഹോം, ഒന്ന് സ്നേഹമേടിന്റെ ആളുകൾ. അത്ര മതി. അവർക്ക് സമ്മാനമുള്ളൂ. ഫസ്റ്റും സെക്കൻഡും അല്ല, സ്നേഹവീടിനെ ആരാ പറയുന്നത്? നമ്മുടെ ഷെഫീറാണ് പറയുന്നത്. ഷെഫീർ പറയുന്നത് ഇത് സ്നേഹവീട്, അതായത് സെക്കൻഡ് വൺ സ്നേഹവീട്. അപ്പോൾ ശരിക്കുറിക്ക് സമ്മാനം കൊണ്ടുപോകുന്നത് ശരിക്കുറിക്ക് വളരെ കറക്റ്റായിട്ട്. അതായത് ഒരു വേറെ സന്തോഷമുണ്ടോ, സ്നേഹവീടാണ് ഫസ്റ്റിൽ വന്നത്. അതായത് സ്നേഹത്തിന്റെ റേറ്റില്ല, അതുകൊണ്ടായിരിക്കും സ്നേഹവീട് ഫസ്റ്റിൽ സെലക്ട് ചെയ്തത്. അപ്പോൾ ആ സമ്മാനം നമ്മൾ പോകുന്നത് നമ്മുടെ ശരിക്കുറിക്കാണ് കൊണ്ടുപോകുന്നത്. സമ്മാനം കൊടുക്കുന്നത് ചെറിയ സെറ്റാണ്. 100 രൂപയാണ്. സുഹൃത്തെ പിന്നെ അസീന നാളെ പറഞ്ഞ ഒരേ ഡ്രസ് കോഡ് പോലെ ഒന്നാണ്. അത്രയും നല്ല സ്നേഹത്തിന്റെ മാതൃകകളൊക്കെ ബഹുമാനം. അസീന ഒരു സ്നേഹത്തിന്റെ കേക്ക് കൊടുക്കുക. എല്ലാവിധ മംഗളങ്ങളും സ്നേഹപ്പെടുന്നതിൽ സുഹൃത്ത് അടി അടി കയ്യടി.
Happy birthday, Surya. Happy birthday, Surya. സന്തോഷമാണ് സ്മൈലായി. താങ്ക് യു. ഇവിടെ സാധാരണ പറയുന്നത് ഇവിടെ തുടക്കത്തിലേ കല്യാണത്തിന് എന്താ കൊടുക്കുക? സ്നേഹം. വേറെ നല്ല സ്നേഹം കൊടുക്കണം. ഇതുപോലുള്ള അമ്മമാരെ എല്ലാം ഉണ്ടാവട്ടെ. കല്യാണം ചെറിയൊരു ഉപഹാരം, സ്നേഹത്തിന് കൊടുക്കണം. ചെറിയൊരു ഉപഹാരം പ്ലീസ്. ഇത് സ്നേഹത്തിന്റെ മാത്രം എമൗണ്ട് ചെറുതാണ്, പക്ഷെ സ്നേഹം കൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. അടുത്തത് ബാലമ്മ സുന്ദരിയാണ്, കാണാൻ നല്ല മനസ്സുണ്ട്. ബാലമ്മ സന്തോഷല്ലേ? ഓക്കെ, ബാലമ്മക്ക് ചെറിയൊരു സമ്മാനം, സ്നേഹത്തിന്റെ സമ്മാനം കേട്ടോ. സുനിത സുനിത സ്റ്റാറാണ്, കഴിഞ്ഞ പ്രാവശ്യം സമ്മാനം സുനിതക്ക് ചെറിയൊരു സമ്മാനം ഞങ്ങളുടെ വക. ഓക്കെ, താങ്ക് യു. ഇതില് വന്നതിനെ കുറിച്ച് പറയാനാണെങ്കിൽ സാധിക്കാന്ന് ഇതിൽ കൊണ്ടുവന്നത് ഒരുപാട് കാലത്തെ പരിചയമുണ്ടായി. യൂട്യൂബ് വഴി, ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെട്ട. കുറേ വർഷങ്ങൾക്ക് മുന്നേ അറിയാം. എന്നിട്ട് ദിവസത്തിനെ കാണാൻ വന്ന് അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. പിന്നെ ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുഞ്ഞിലേ ഡാൻസ് ചെയ്യുന്നൊരു ആളാണ്. പിന്നെ എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കണമെന്നും തോന്നാറുണ്ട്. ഞാൻ പറയാനുള്ളത് തലമുറകൾ, ചെറിയ മക്കളായാലും ഇനിയുള്ള മാതാപിതാക്കളെ ആരും ഇങ്ങനെയുള്ള സ്ഥാപനം കൊണ്ട് ഇടാണ്ട് നമ്മളെ വീടുകളിൽ വെച്ച് തന്നെ നമ്മളെ മക്കളെ സംരക്ഷിക്കണമെന്നാണ് പറയുന്നത്. നമ്മളെ കാണുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മളമ്മ. നമ്മളെ ഉമ്മയായാലും അമ്മയായാലും എല്ലാവരും ഒരു മതമാണ്. നമുക്ക് ജാതിയില്ല. നമ്മൾ സ്നേഹമൊക്കെ കണ്ടുപിടിക്കേണ്ടത് സ്നേഹ വീട്ടിൽ വന്നപ്പോൾ നല്ല സ്നേഹമാണ്. കുറേ ചാരിറ്റി എല്ലാ ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. സ്നേഹം വീടിനെപ്പോലത്തെ ഒരു ചാരിറ്റി ഞാൻ കണ്ടിട്ടില്ല. നല്ല ആൾക്കാരാണ്, നല്ല സ്നേഹസമ്പന്നരായ എല്ലാവരും നല്ല ഒന്നിനൊന്നും വെച്ചാണ്. എന്തിലൊന്നും ഒരു ഇതുമില്ല. അത് കാരണമാണ് ഞാൻ ഇതിലേക്ക് വരുന്നതും എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നതും ഇവരെ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. പിന്നെ ഇവരെ വീഡിയോസ് എല്ലാം ഇന്ന് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഇതിൽ ഓരോ ആൾക്കാരും എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവരെ കാര്യം പറയുമ്പോൾ തന്നെ ബോർഡിൽ തന്നെ പറയും. കാലിന് സുഖമായിട്ട് പോലും ഞാൻ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വന്നത്. ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നാ. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, അമ്മമാരെ നമ്മൾ ഇനിയും നമ്മുടെ അമ്മമാരെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ ഒന്നും നമുക്ക് വേണ്ട, സമ്പത്തും മുതലും ഒന്നും ഇല്ലാണ്ട് തന്നെ സ്നേഹം കൊടുത്തിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ വെച്ചിട്ട് നോക്കണം നമ്മളെ ജന്മം തന്നവരെ. അതേ എനിക്ക് പറയാനുള്ളത്.
കുഴപ്പമില്ല. വളരെ പറഞ്ഞ കാര്യമൊക്കെ നിർത്താം. മുമ്പ് ഈ മുടി വരുന്നവർക്ക് അറിയോ? കണ്ണൂർ അതിലെ ഈട്ടിന്നാണ്. അവള് വീട്ടിൽ നിന്ന് ചിലപ്പോ പുലർന്നതിന് മുമ്പ് 5 മണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇറങ്ങിയ വീട്ടിൽ നിന്ന് 2 മണിക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഈട്ടിന്ന് ഒറ്റക്ക് ഇവിടെ ട്രെയിനിന് വന്ന് ഇവിടെ എത്തിപ്പെട്ടപ്പോ അവരെ കാലിങ്ങനെ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി. എന്നിട്ട് പോലും ഈ അമ്മമാരെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊന്നും ഒന്നുമല്ല, അവരാണ് യഥാർത്ഥ ചാരിറ്റി ചെയ്യുന്ന ആളെ, യഥാർത്ഥ നന്മ ചെയ്യുന്ന ആളെ. ഒരു സ്ത്രീയാണ്, ആരും കൂടുതലില്ലാതെ ഒറ്റയ്ക്ക് ഇത്രയും ദൂരത്ത് നിന്ന് വരണമെങ്കിൽ സെക്കൻഡ് ടൈമാ കഴിഞ്ഞ ചാരിറ്റിക്കാർ പങ്കെടുത്തിരുന്നു. അതേപോലെ സ്നേഹഗുഡിന്റെ എന്ത് ചാരിറ്റി അനൗൺസ് ചെയ്താലും ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപ വരും. അവർ വലിയ കോടീശ്വരല്ല, അവർക്ക് തന്നെ ജീവിക്കണമെങ്കിൽ മറ്റാരെങ്കിലും കൊടുത്തിട്ട് വേണം, ബ്രദറൊക്കെ കൊടുത്തിട്ട് വേണം. പക്ഷെ എങ്കിൽ പോലും കിട്ടുന്നതിനൊരു ഭാഗം അവർ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. അപ്പൊ ഇതിനെ പോലുള്ള ഒരുപാട് ആളുകൾ ഇനി ഉണ്ടാവട്ടെ. താങ്ക് യു. പരിചയപ്പെടുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഒരു നോമ്പത്തുള്ള ചടങ്ങിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അന്നാണ് ഞങ്ങൾ അറിയുന്നത്. ആ ചടങ്ങില് ഏകദേശം 10-50 ആളുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരോടും സ്നേഹഗുഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ഇഷ്ടമല്ല, സ്നേഹഗുഡിനെ അറിഞ്ഞു വരണം. അങ്ങനെ മുസൈബാന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമായപ്പോൾ മുസൈബാനോട് സ്നേഹഗുഡിനെ കുറിച്ച് പറഞ്ഞു, സ്നേഹഗുഡിന്റെ ചരിത്രം പറഞ്ഞു. അപ്പൊ എനിക്കും വരാൻ താല്പര്യമുണ്ട്, നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് മുസൈബ സ്വമേധയെ വന്നതാണ്. അപ്പൊ മുസൈബ വന്നതിന് ശേഷമുള്ള മുസൈബാന്റെ എക്സ്പീരിയൻസ് മുസൈബ പറഞ്ഞു. ആദ്യമായിട്ട് അവിടെ കൂടെ എല്ലാവരും നന്ദി പറയുന്നു. അതുപോലെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് സാധ്യമാണ്, അതിന് പ്രത്യേക സാറിനോട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ആദ്യമേ ഒരു ഇഷ്ടമാണ് ഇങ്ങനെ ചാരിറ്റിയിൽ പങ്കെടുക്കുന്നത്. അതുപോലെ എന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം നൽകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ളൊരു വേദിയോ അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ലായിരുന്നു, അറിയില്ല. അങ്ങനെ യൂട്യൂബിൽ വന്ന് ാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനൊരു ഹിമയിലേക്ക് കാളികാവ് അവിടെ പോയി കണ്ടപ്പോൾ തന്നെ ഞാൻ തന്നെ അല്ലാതായി ഒരു അവസ്ഥയാണ് നടന്നത്. ഇങ്ങനെയായി പിന്നീടാണ് സാറിനെ കണ്ടു. പിന്നെ എനിക്ക് ഒരു ആഗ്രഹം, ഇതിലേക്ക് ഇറങ്ങിയാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കൊടുക്കാന്നുള്ളൊരു ചിന്ത വന്നു. കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല, കാരണം പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. മുസൈബാക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നല്ലൊരു പ്ലാറ്റ്ഫോം ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയാണ് സ്നേഹഗുഡിനെ കുറിച്ച് അറിയുന്നത്. യൂട്യൂബിൽ വന്നതിന് ശേഷം അവർ ഹിമ എന്ന് പറയുന്ന കാളിയാവുള്ള ഇതേപോലത്തെ ഒരു സ്ഥാപനമുണ്ട്, അവിടെ അവർ ആദ്യമായിട്ട് പോകുന്നത്. സെക്കൻഡ് ടൈം ഇവിടെ വന്നു. ഇനി സ്നേഹഗുഡിന്റെ എല്ലാ പ്രോഗ്രാമും അവിടെ ഉണ്ടാവും. അടുത്ത മാസമാണ് എൻ്റെ പിറന്നാള്, മെയ് 3-ന് 50 വയസ്സ് തികയാൻ പോവുകയാണ്. എനിക്ക് കണ്ടാ തോന്നുന്നു 50 ഇല്ല. ഓക്കെ, ഈ ചെറുപ്പത്തിന്റെ രഹസ്യം എന്താ വെച്ചാല് നന്മ ചെയ്യുക, മിണ്ടാപ്രാണികളോട് സ്നേഹം കാണിക്കുക. ഞാൻ ഒരുപാട് സ്ട്രീറ്റ് ഡോഗിന് ഫുഡ് കൊടുക്കുന്ന ആളാണ്. എനിക്ക് പറയപ്പെടുന്ന 3 മെയിൻ ഡോഗ്സ് ഉണ്ട്. ഒന്ന് ചെറുപ്പത്തിൽ കാട്ടിൽ നിന്ന് എടുത്ത് വളർത്തിയതാണ്, ചോട്ടു എന്നാണ് അതിന്റെ പേര്. എൻ്റെ കൂട്ടുകാരനായ സുനിലിന്റെ വീട്ടിലാണ് ചോട്ടുള്ളത്. പിന്നെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഡോഗ് ഉണ്ട്, അത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. ജിമ്മി എന്ന് പറയുന്ന സ്ട്രീറ്റ് ഡോഗ് ഉണ്ട്, അത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. 4-5 വർഷത്തെ പരിചയമാണ്. സ്നേഹങ്ങളുണ്ട്, സാധിക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് കൂടുതൽ പിന്നെ അതിലേക്ക് കാപ്പാടുന്ന പരിപാടിക്ക് വന്നത്. അന്ന് ഞാൻ ഇതായിട്ടില്ല, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല. കുറേ എതിർപ്പുകൾ ഉണ്ടായി, സമൂഹമായിട്ട് കുറേ എതിർപ്പുകൾ ഉണ്ടായി. അതൊന്നും ഞാൻ നോക്കില്ല. ഒരു ജീവിതം അല്ലേ, ഒരാൾക്ക് ഇല്ലാത്തൊരിത് നമ്മൾ എപ്പോഴും ഉണ്ടാവാം. ഇവിടെ വലിയ അമ്മമാരെ അച്ഛന്മാരെ അവർക്കിപ്പോൾ മക്കൾ കുറേ അവരിപ്പോൾ ഈ സ്ഥിതി ആർക്കും വരാതിരിക്കും. ഷഹീർ എന്ന് പറയുന്ന ആള് കാണുന്ന പോലെ സിമ്പിൾ അല്ല. ഷാഫി പറമ്പിലൊക്കെ ആയിട്ട് നല്ല കണക്ഷനുള്ള ആളാണ്. ഒരു കോൺഗ്രസ്സുകാരനാണ്, ഒരു സാമൂഹിക പ്രവർത്തകനാണ്, ചാരിറ്റി മേഖലയിലൊക്കെ നല്ലോണം പ്രവർത്തിക്കുന്ന ആളാണ്. പിന്നെ ഷഹീറിന്റെയും കല്യാണത്തിന് സ്നേഹഗുഡിന്റെ ആളുകാരെ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ അവരുടെ സ്നേഹ സമ്മാനം കൊടുത്തു. പിന്നെ ഷഹീർ 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിവിടെ എത്തിപ്പെട്ടത്, സ്നേഹ വീട്ടിൽ എത്തിപ്പെട്ടത് അഫ്സലും ചെറിയതും കൂടി പറഞ്ഞിട്ടാണ്.
സാദിഖ് സാറും അങ്ങനെ ഒരു ചാരിറ്റി ഉണ്ട്, സ്നേഹമേടാണ്. അങ്ങനെയുള്ള കാപ്പാട് പ്രോഗ്രാമിന് ചാറ്റിങ്ങിൽ ഒരു പ്രോഗ്രാമിൽ എത്തിപ്പെട്ടു. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്തത്. പിന്നെ എല്ലാ സപ്പോർട്ടും തരുന്നത് സാദിഖ് സാറാണ്. എത്തിയപ്പോഴാണ് ഒന്നുകൂടി ഇതായത് എന്താ പറയുക, സംഭവം ഞാനൊന്നും ഒന്നുമില്ല, സംഭവത്തിൽ പകുതി ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നീട് നമ്മൾ കൂടുതൽ ഇവരെന്നും ഇങ്ങനെ ഭൂമിയിൽ ഇതേപോലെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഒരുപാട് കാലം ജീവിക്കട്ടെ. ഷറീനാത്തോട് ജീവിതം, ഷറീനാന്റെ പരിമിതികളൊക്കെ അറിഞ്ഞുകൊണ്ട് ജീവിതം കൊടുക്കാൻ തയ്യാറാണ് ഷഹീർ. ഇനി അഥവാ ഷഹീറിന് കുറെ കാലം കഴിയുമ്പോൾ സ്നേഹം കുറയാണെങ്കിൽ ഞങ്ങൾ സ്നേഹമുള്ള ആൾക്കാരെ വരുന്നില്ല. ഓക്കെ, ഞങ്ങൾ ഒന്നുകൂടെ ഉണ്ടാവും. സ്നേഹവീട്ടിൽ വന്നിട്ടുള്ളത് സാദി അവരുടെ കൂടെയാണ്. ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ പരിചയം ഉണ്ടായിരുന്നു, പിന്നെ സ്നേഹവീട്ടിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു, അപ്പോൾ ആഡ് ചെയ്തു. ഇപ്പോൾ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് സൗഹൃദങ്ങളും സ്നേഹമൊക്കെ കിട്ടിയ നമ്മുടെ സ്നേഹവീട്ടിലെ കൂടപ്പിറപ്പുകളോടൊപ്പം ഒരുമിച്ച് ചാരിറ്റികളൊക്കെ ചെയ്യാൻ സാധിച്ചു. എനിക്ക് ഒരുപാട് പ്രവർത്തനത്തിനൊക്കെ ഞാൻ ഭാഗമായിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് ഫിറോസ്ഖാൻ പരമന്തരികളും അതുപോലെ നാസറൊക്കെ പിന്നെ ശരി ഷജീർ പയ്യന്നൂർ അതിലൊക്കെ ഭാഗമാണ്. എനിക്കൊക്കെ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനിപ്പോൾ എന്താ പറയാ സാധിക്കില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് ഒരു തവണ എന്തായാലും എല്ലാവരെയും സഹായിക്കണം. എല്ലാവരും പാവപ്പെട്ടവരെയൊക്കെ ചേർക്കർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഈ ഒരു റമദാനിൽ എനിക്ക് സാധിച്ചതെന്ന് വെച്ചാൽ ഇവര് സ്നേഹത്തിലാണെന്ന് അറിയില്ല. ആണ് നമ്മുടെ അസീന നാണയത്തിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനി അത് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയാം. 2 വാക്ക് പ്ലീസ്. പേരെന്തായിരുന്നു? അർഷദീന്. ഓക്കെ, സിവിൽ ഡിഫൻസ് ഫോഴ്സിലാണ് അല്ലെ? വർക്കിയാണോ പഠിക്കണം? എന്റെ പേര് ഹർഷ, പാലക്കാടാണ് വീട്. എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയുന്നില്ല. സ്നേഹവീട് ഞാൻ കണ്ടിട്ടുണ്ട്, സാറ് കണ്ടിട്ടുണ്ട്. വളരെ എല്ലാ വീഡിയോസും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചെറുപ്പം മുതലേ എനിക്ക് ഈ ഓർഫനേജിൽ ഇങ്ങനെ പോവലും എല്ലാം ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ലീവുള്ള സമയത്തായാലും കിട്ടിയ നിമിഷത്തിൽ ഇവിടെ വന്ന് ഇവരോട് കൂടിയിട്ടുള്ള ആ സ്പെൻഡ് ചെയ്യുന്നതാണ് ഭയങ്കര ഹാപ്പിനെസ്. കിട്ടുന്ന ചാൻസ് മുഴുവനും വരാറുണ്ട്. അതേപോലെ ഞങ്ങൾ ഒരാഴ്ച കണ്ടില്ലെങ്കിൽ ഈ സുന്ദരി അമ്മ കഴിയാറുണ്ട്, കഴിയാറുണ്ട്. പിന്നെ എന്താ പറയാ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നത് അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം? വാട്ട് ഈസ് യുവർ ഡ്രീം ഇൻ യുവർ ലൈഫ്? ഇതിനു മുൻപ് പറഞ്ഞ ആർമിയുടെ അക്കാഡമിയിൽ ട്രെയിനറായിട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. തൃശ്ശൂരിലുള്ള ആർമിയുടെ അക്കാഡമിയിൽ പോയിക്കൊണ്ടിരുന്നായിരുന്നു, സേന ഉദ്യോഗമിത്ര എന്നതില്. പിന്നെ സ്പോർട്സ് മാരത്തോൺ റണ്ണറാണ്, അത്ലറ്റിക്സ് റണ്ണറാണ്. 25 മാരത്തോൺ ഓടിയിട്ടുണ്ട്. അതേപോലെ സാമൂഹികമായിട്ട് ഹെയർ ഡൊണേഷൻ, ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയുള്ള ഇതിലൊക്കെ ഞാൻ പോകാറുണ്ട്. എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്, ഞാനിപ്പോ എഴുതിയിരിക്കുന്നത് RPF പോസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. 2 ചോദ്യം കയറാന്നുള്ളത് എനിക്കൊരു ലക്ഷ്യമാണ്. അതിന്റെ ഫസ്റ്റ് സാലറി എനിക്ക് ഇവിടെ ഈ ഓർഫനേജിൽ, മെയിൻ എനിക്ക് ജോബ് എന്ന് പറയുന്നത് ഇവരോടുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം ചെയ്യുക. ഇപ്പൊ ഞാൻ ചെറിയൊരു ജോലിയിലാണ്, ഇപ്പൊ ഞാൻ കയറിയുള്ള ഓഫീസ് ഡ്യൂട്ടിയാണ്. അതിലിപ്പോ ഫസ്റ്റ് സാലറി എനിക്ക് അത്ര ആയിട്ടില്ല. കിട്ടിയതിൽ വെച്ച് ഞാനിപ്പോ ഒരു തുക ഇവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വലിയ ഡ്രീമാണ് ഇവർക്ക് കൊടുക്കുക എടുക്കാന്നുള്ളത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാറുണ്ട്. ഹർഷാനോട് പറഞ്ഞു ചോദിക്കാൻ, കാരണം ഹർഷാനെ കണ്ടപ്പോൾ എനിക്കറിയാം നന്നായി സംസാരിക്കുന്ന ഒരാളാണ്, ആക്റ്റീവാണ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. ഹർഷ ഇന്ന് 2025 ഈ ഒരു ന്യൂ ടെക്നോളജി യുഗത്തിൽ അല്ലെ, ഇവിടെ ആളുകൾക്ക് സമ്പത്തും സൗകര്യങ്ങളും ഭംഗിയും എല്ലാം ഉള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് സ്വന്തം
ഇന്നത്തെ മക്കൾ മാതാപിതാക്കൾ ഇങ്ങനെ തെരുവിലേക്ക് വലിച്ചെറിയുന്നത്. അങ്ങനെ വലിച്ചെറിയുന്ന അമ്മമാരോടും അച്ഛന്മാരോടല്ല, മക്കളോട് എന്താണ് അർഷത്ത് പറയാനുള്ളത്? ഇനിയൊരു തലമുറയിലെ മക്കൾ എന്ന് പറയുന്നത് സ്നേഹം കൊടുത്ത് അച്ഛനമ്മമാരെ കൂട്ടിച്ചേർത്ത് സ്നേഹിച്ച് അവരോടൊപ്പം ഇരിക്കുക മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു അമ്മമാർക്കും ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരരുത്. എന്റെ അമ്മയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്ന സമയത്ത് ആദ്യം ഇവിടെ ഞാൻ ഓർഫനേജിൽ ഞാൻ മുന്നേ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ദിവസം നന്നായി കണ്ടിട്ടാണ് ഞാൻ പോയത്. ഇവിടെ ആ സ്നേഹം എല്ലാം കണ്ടിട്ട് എന്റെ അമ്മയാണിത്. എന്ത് കാര്യത്തിനായാലും ഫുൾ സപ്പോർട്ടാണ് അമ്മ. അമ്മയെ ഞാൻ കൂടിയിട്ടാണ് എല്ലാത്തിനും വരാറുള്ളത്, എല്ലാം ചെയ്യാറുള്ളത്. അച്ഛനുണ്ട്, ചിലർക്ക് പോകാനുള്ളതാണ്. പക്ഷെ ഞാനും അമ്മ എനിക്ക് കിട്ടിയില്ലെങ്കിലും പോലും ലീവ് കിട്ടിയില്ലെങ്കിലും കിട്ടിയ അവസരത്തില് അംഗൻവാടി വിട്ടിട്ട് ഇവിടെ എത്തുന്ന ആളാണ്. വീടെത്തിയില്ലെങ്കിലും ഇവിടെ എത്തുന്ന ആളാണ്. എനിക്ക് ഇവിടെ എല്ലാവരെയും കൊണ്ടുവന്ന് നോക്കണം, എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ നോക്കണമെന്നുണ്ട്. എന്റെ മരണം വരെ എന്റെ അച്ഛൻ അമ്മയെ ഞാൻ കൊണ്ടുവന്ന് നോക്കി എവിടെ വിടില്ലാന്നുള്ളത് ഞാൻ എടുത്ത തീരുമാനമാണ്. അമ്മ ഭാഗ്യം ചെയ്ത അമ്മയാണ്. കാരണം മോള് പറഞ്ഞില്ലേ, മരണം വരെ നിങ്ങളുടെ പൊന്നു പോലെ നോക്കും. അതിന് ഞാനിവിടെ വന്നിട്ട് ഞാൻ അടുത്തടുത്ത് വരും. അംഗനവാടിയിലാണ് ജോലി. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ട് അമ്മ ഈ അംഗനവാടി കഴിഞ്ഞില്ലെങ്കിൽ അപ്പ ചോദിക്കും. അപ്പൊ ഞാൻ അന്നൊന്ന് തൊണ്ണൂറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അന്ന് രാവിലെ വരാൻ പറ്റില്ല. ഞാൻ അന്ന് അംഗനവാടി വിട്ട് വന്ന് കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ അംഗനവാടിയിൽ പോകണ്ട, ഇന്ന് ഇരുത്തി ഇവിടെ ഇരുത്തി. അപ്പോൾ ഒരു ദിവസം ഒരു രാത്രി ഇരുന്ന് പറഞ്ഞാണ് എന്തായാലും എപ്പോഴും പറയുന്നത് പാട്ടാണ്. അപ്പൊ അവർക്ക് സങ്കടമായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ് എല്ലാവരും കൂടി ഒരു ദിവസം വരാം, 2-3 പേരും കൂടി വന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ ഇരുന്ന് എന്താ വേണ്ടത് നിങ്ങളുടെ ഒപ്പം ഇരിക്കാറുണ്ട്. അല്ല സുന്ദരിയമ്മ സങ്കടം വരുന്നില്ല, കണ്ടില്ലെങ്കിൽ അപ്പോഴേക്ക് ചോദിക്കും. അപ്പൊ ഞാൻ സമയം കിട്ടി ഞാൻ ഇവിടെ എത്താൻ നോക്കും. ഞങ്ങളുണ്ട്, ഞങ്ങളൊരു 5-8 പേരുണ്ട്. സമയം കിട്ടി ഒരു ഭാഗ്യ പരീക്ഷണമാണ്. നമ്മളിങ്ങനെ നടത്താറില്ല. എങ്കിൽ പോലും ഈ ഒരു ഭവനത്തിന്റെ ഈ ഒരു കൂട്ടായ്മയുടെ സ്നേഹം നിങ്ങളെ അറിയിക്കുക എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും സമ്മാനദാന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോ ആർക്ക് സമ്മാനം കിട്ടിയാലും ആർക്ക് സങ്കടം ഉണ്ടാവരുത്, ഹാപ്പി ആവണം. 3 പേർക്ക് എന്തായാലും കിട്ടും ഇവിടെ കൂടിയിൽ. അതിലൊരു മെമ്പറാണ് ഏഷ്യാന ഓൾഡേജ് ഹോം. ബാക്കിയുള്ളവർ സ്നേഹം കൊടുത്ത ആളുകളാണ്. അപ്പൊ ടോട്ടൽ 18 ആളുകളാണ് ഇതിൽ മത്സരിക്കുന്നത്. ആർക്കാണ് കിട്ടും നോക്കാം. അപ്പൊ ഫസ്റ്റ് പ്രൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യ നറുക്ക് നമ്മുടെ മാം എടുക്കും. വളരെ വിലപ്പെട്ട സമ്മാനമാണ്. സോറി, നമ്പർ 6 തെറ്റി പറഞ്ഞു. സഫ്വാൻ സമ്മാനം നോക്കി വാങ്ങുന്നതിന് വേണ്ടി സഫ്വാൻ ക്ഷണിക്കാണ്. സഫ്വാൻ അപ്പോ 2ാം സമ്മാനാണ്. അത് എന്റെ പ്രാർത്ഥന ഏഷ്യാന വോൾട്ടേജ് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ
മൂന്നരയിൽ കിട്ടണം. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സുന്ദരി അമ്മ വരും. രണ്ടാം സമ്മാനം കൊടുക്കുകയാണ്. 9 നോക്കി കറങ്ങി തിരിഞ്ഞാലും പോകൂല. ഇനി അവസാന സമ്മാനമാണ്. നമ്പർ 13 ആരാണ്? തിളങ്ങി നിൽക്കുന്ന രണ്ട് താരങ്ങളാണ് ഷെഹീർ ആൻഡ് ഷെറിൻ. നല്ല അടിപൊളി കപ്പിൾസാണ്. ഏതായാലും കിട്ടിയത് വളരെയധികം സന്തോഷം. ഷെഹീറിനെ കുറിച്ച് പറയുന്നത് ഒരു പ്രശസ്ത കലാകാരനാണ് ഷെഹീർ. ആരെ രൂപം വളരെ കൃത്യമായ രീതിയിൽ ഇത് വരച്ചു കൊടുത്തു. അതെ, ഈയിടെ നമ്മുടെ മലയാള സിനിമ Thank you.